friends, welcome back to Ripple Space Time. Shiva here. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടാണല്ലോ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വെദർ ഇറ്റ് ഈസ് ആപ്പിൾ ഓർ ആൻഡ്രോയിഡ്, iOS ഓർ ആൻഡ്രോയിഡ്, ഡിപ്പെൻസ്. അതാണ് ശരിക്കും സത്യമായിട്ടുള്ള കാര്യം. ഓരോ ആൾക്കാരുടെയും വർക്ക് ഫ്ലോ എന്താണ് എന്നുള്ളതനുസരിച്ചിരിക്കും അവർ ആൻഡ്രോയിഡ് ചൂസ് ചെയ്യണമോ അതോ ആപ്പിൾ ചൂസ് ചെയ്യണോ എന്നുള്ളത്. ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ 2010 മുതൽക്ക് തന്നെ ആൻഡ്രോയിഡ് വന്ന നാൾ മുതൽ തന്നെ ആൻഡ്രോയിഡിന്റെ യൂസറാണ്. ഞാൻ ആകപ്പാടെ യൂസ് ചെയ്തിട്ടുള്ള ആപ്പിൾ ഡിവൈസ് എന്ന് വെച്ചാൽ iPhone SE ആണ്. ബട്ട് അതൊരു 4 months എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അത് കയ്യിൽ നിന്ന് തറയോട് ഡിസ്ട്രോയ് ആയിരിക്കും. ബട്ട് അന്നത്തെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഞാൻ ആൻഡ്രോയിഡിൽ നിന്ന് iPhone SE വന്നപ്പോഴത്തേക്കും തന്നെ എനിക്ക് കുറച്ചധികം ചേഞ്ചുകൾ ഫീൽ ചെയ്തായിരുന്നു, കുറച്ചധികം ബ്ലോക്കുകൾ ഫീൽ ചെയ്തായിരുന്നു, കുറച്ചധികം ഈസിനെസ്സും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. പഴയത് വിടുക. ആപ്പിളിന് കുറെ പോരായ്മകളുണ്ട്, ആൻഡ്രോയിഡിന് കുറെ പോരായ്മകളുണ്ട്. അപ്പോ അതുപോലെ തന്നെ രണ്ടിനും കുറെ അഡ്വാൻറ്റേജസും ഉണ്ട്. ഞാൻ ഇന്ന് ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നു, ഈ ഫയൽ ഷൂട്ട് ചെയ്യുന്നു, എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PUBG പോലത്തെ ഗെയിമുകൾ, മൊബൈൽ ലെജൻസ് പോലത്തെ ഗെയിമുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ PUBGന്റെ ബാറ്റിൽ റോയൽ ഗെയിമിന്റെ പുതിയതായിട്ടുള്ള ഒരു ബാറ്റിൽ റോയൽ ടൈപ്പ് ഗെയിമായിട്ടുള്ള സൈബർ ഹണ്ടർ എന്ന് പറഞ്ഞ ഗെയിം വന്നിട്ടുണ്ട്. ഫോർട്ട്നൈറ്റ് ഇതുപോലത്തെ ഗെയിമുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഗെയിമുകൾക്ക് ഹൈ റിഫ്രഷ് റേറ്റ് ആണ്, ഫ്രെയിം റേറ്റ് ഒക്കെ ഹൈ ഫ്രെയിം റേറ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോ ഇത് കണ്ടീഷനിൽ ഈ 2019 ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ആൻഡ്രോയിഡിലുള്ള ക്യാമറയാണ്. പോക്കോ F1 ഷൂട്ട് ചെയ്യുന്നത്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലോ 60 ഫ്രെയിം പെർ സെക്കൻഡിലോ ഷൂട്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങളിപ്പോൾ കാണുന്ന ക്യാമറയിലുണ്ട്. അതും S.265 ചെയ്യാനുള്ള കഴിവുമുണ്ട്. ബട്ട് ഈ ഫയലുകളൊന്നും എഡിറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ ഈ കാണുന്ന ഇതിനില്ല. ബട്ട് ഈ കാണുന്ന ക്യാമറ ഈ കാണുന്ന ഫോണിനകത്തുള്ള പ്രോസസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള 845 സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്. 855 ഇറങ്ങി, ബട്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള 845 ആണ് ഇപ്പോഴും ഇതിനകത്തുള്ളത്. ബട്ട് അതിൽ പോലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ്രോയിഡിൽ ഉള്ള ഏറ്റവും വലിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കൈൻമാസ്റ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഫിലിമോറ ഗോ, അങ്ങനെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ബട്ട് ഏതിലാണെങ്കിലും മൾട്ടിപ്പിൾ ലെയേഴ്സ് ഇടാനോ അല്ലെങ്കിൽ വീഡിയോസ് മൾട്ടിപ്പിൾ ലെയർ ഓഡിയോസ് ഇടാനോ ഗ്രീൻ സ്ക്രീൻ എഡിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയും ഇല്ല. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള നമുക്ക് ടാബ്ലറ്റിനെ പറ്റി കൺസിഡർ ചെയ്യാം. സാംസങ്ങിന്റെ ഗാലക്സി ടാബ് S4 അതിൻ്റെ അകത്ത് മറ്റേ ഗാലക്സി S Pen സപ്പോർട്ടൊക്കെ വരുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ എന്റെ ചാനലിൽ എനിക്കത് കാണിക്കാനില്ല. ബട്ട് വേറെ ചാനലൊക്കെ നോക്കി നോക്കുക. ഫോർട്ട്നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ അത് സ്റ്റക്ക് ആവുന്നുണ്ട്, ലാഗ് വരുന്നുണ്ട്. കാരണം ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന OS ഭയങ്കര ബൾക്കിയാണ്. പ്രോസസറിന് നല്ല പവർ ഉണ്ടെങ്കിലും ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്വെയറിനാണ് പ്രാധാന്യം. ഞാൻ ഇപ്പോ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എടുത്തതിന് ശേഷം 265 ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല, ഫയൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 ഫയലുകൾ കഴിഞ്ഞ ഈ ഐഫോണിന്റെ തന്നെ ഐപാഡിന്റെ തന്നെ റിവ്യൂ കാണിച്ചിരുന്ന ഫയൽ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് S.265 അപ്പോൾ ഇതും ഞാൻ S.265 അപ്പോൾ അത് ഞാൻ ഈ ഐപാഡ് ഇതിന്റെ അകത്ത് ഞാൻ പുതിയ ഗെയിമുകളായിട്ടുള്ള PUBGയും അതുപോലെ സൈബർ ഹണ്ടറും എല്ലാം കളിച്ചു. വളരെ കിടിലമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും ഹയസ്റ്റ് ഗ്രാഫിക് സെറ്റിംഗ്സിൽ എനിക്ക് വൈഫൈന്റെ ലിമിറ്റ് തീർന്നു. ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് വൈഫൈ. ബാക്കി ആൻഡ്രോയിഡ് ഡിവൈസിലൊന്നും എനിക്ക് വൈഫൈ കണക്ട് പോലും ആവുന്നില്ല. ആ ഒരു അവസ്ഥയിൽ എനിക്ക് ഈ ടാബ്ലറ്റിൽ വൈഫൈയില് എനിക്ക് ഒരു സ്റ്റക്കും കൂടാണ്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐപാഡാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ബട്ട് എനിക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു ക്യാമറ വാങ്ങിക്കാൻ പറ്റിയത് ആൻഡ്രോയിഡ് കാരണമാണ്. 4K വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും, 265 റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ ഫയല് എനിക്ക് കിട്ടും. അപ്പൊ ഓരോ ആൾക്കാരുടെ യൂസ് അനുസരിച്ച് മാറും. കോസ്റ്റ് കുറഞ്ഞുള്ള രീതിയിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടണം
എന്നുണ്ടെങ്കിൽ, പക്ഷെ എഡിറ്റിംഗ് ഒന്നും അത്രയും മാത്രം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വീഡിയോ എഡിറ്റിംഗ് ഒന്നും അത്രമാത്രം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഗെയിം കളിച്ചാൽ മാത്രം മതി, പക്ഷെ ഗെയിം ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് സ്ട്രീം ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആൻഡ്രോയിഡിൽ ഗെയിമിംഗ് ചെയ്യാം. പക്ഷെ ഗെയിം കളിക്കുകയും വേണം. പക്ഷെ അതേ സമയത്ത് ആ ഗെയിമിന് യൂട്യൂബിലോ അല്ലെങ്കിൽ ട്വിച്ചിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിലോട്ട് സ്ട്രീമും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആൻഡ്രോയിഡ് പോസിബിൾ അല്ല. ഞാൻ ആൻഡ്രോയിഡ് ഒരിക്കലും കുറ്റം പറയുന്നില്ല, കാരണം ഞാൻ ആൻഡ്രോയിഡിന്റെ അന്ന് മുതൽ ഇന്നും ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ്രോയിഡ്. അപ്പോൾ ഞാൻ ഒരു സൈഡിലോട്ടും ബയാസ്ഡ് അല്ല. ഞാൻ എനിക്ക് പറയാനുള്ള ഇതാണ്, വർക്ക് ബേസ് ചെയ്തിട്ട് ഓരോ ആൾക്കാരുടെ വർക്ക് ബേസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യും. ചില ആൾക്കാരൊക്കെ വർഷങ്ങളോളം ആൻഡ്രോയിഡ് ഉപയോഗിച്ചതിന് ശേഷം ആപ്പിളിലോട്ട് വന്നിട്ട് ആൻഡ്രോയിഡിനെ മൊത്തത്തിൽ കുറ്റം പറയുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആപ്പിൾ കുറെ നാൾ ഉപയോഗിച്ചിട്ട് ആൻഡ്രോയിഡിലോട്ട് പോകുമ്പോഴത്തേക്കും കുറെ കുട്ടികൾ പറയുന്നത് കാണാൻ പറ്റും. അതെ, എനിക്ക് ആപ്പിളിൽ കുറെ കുട്ടികൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷെ അതിന് കുറെ ഹാക്കുകളുണ്ട്, ചെയ്യാൻ പറ്റൂല എന്നൊന്നുമില്ല. ഇതിന്നുള്ള ആൻഡ്രോയിഡിൽ നിന്നുള്ള ഫയൽ ഇതിൽ കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ആയിട്ടൊരു ഡിവൈസ് കണക്ട് ചെയ്തിട്ട്, ഇതൊക്കെ പോസിബിൾ ആണ്. ബട്ട് അതിനൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ ആയിട്ട് ഗെയിമിങ്ങിനെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രീം ചെയ്യണം, ഒരു യൂട്യൂബ് ചാനൽ, ഗെയിമിംഗ് ചാനൽ തുടങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു വലിയ സ്ക്രീനിൽ ഗെയിം കളിക്കാൻ താല്പര്യമുണ്ട്, ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഐപാഡ് മിനിയിലോട്ട് പോവുക. 256 GB ഐപാഡ് മിനിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രീം ചെയ്യാം. ബട്ട് കറന്റ്ലി എൻ്റെ ഈ ഡിവൈസിൽ സ്ക്രീൻ റെക്കോർഡിങ്ങിന് എന്തോ ബഗ്ഗുണ്ട്. മേ ബി അടുത്ത 12.3 iOS അപ്ഡേറ്റിൽ അത് ക്ലിയർ ആവുമായിരിക്കും. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഞാനിപ്പോൾ ഇതിൽ ഗെയിം കളിക്കുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളിൽ അത് കാണിച്ചു തരണം എന്നുള്ളത്. ബട്ട് പോസിബിൾ അല്ല. പക്ഷെ പോസിബിൾ ആണ്, അത് ബഗ് കാരണമാണ് സംഭവിക്കുന്നത്. ആ ബഗ് ഉടനെ തന്നെ ഇതാവും, അപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ വീഡിയോ ഇടാം. അതേ സമയത്ത് വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് സ്ട്രീം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻവോയിസ്, ഗെയിമിലെ ഇൻവോയിസ് ഒക്കെ നമുക്ക് ഇതിൽ റെക്കോർഡാവും. പക്ഷെ ആൻഡ്രോയിഡിൽ നമ്മൾ സംസാരിക്കുമ്പം ഇൻവോയിസ് നമ്മളൊരു 4 പേരുടെ പ്ലെയർ ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ ആ സ്കോഡിൽ സംസാരിക്കുന്ന എല്ലാവരുടെയും ഒന്നും വോയിസ് നമുക്ക് ആൻഡ്രോയിഡിൽ കിട്ടത്തില്ല. ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, ക്രാക്ക് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഇല്ല എന്നുള്ളതിനാണ് സത്യം. പക്ഷെ iOS-ൽ ഇതൊക്കെ സപ്പോർട്ടാവും, സ്ട്രീം ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. ഇതൊരു പുതിയ ഡിവൈസ് ആയതുകൊണ്ടായിരിക്കാം, ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഇനി ഒരു അപ്ഡേറ്റ് 12.3 അപ്ഡേറ്റ് ഉടനെ വരും. ആ അപ്ഡേറ്റ് കൊണ്ട് ഈ പറയുന്ന ബഗ്ഗുകളൊക്കെ ക്ലിയർ ആവും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതിനുശേഷം മാത്രമേ എന്തായാലും ഇതിൽ നിന്ന് എനിക്ക് സ്ട്രീം ചെയ്യാൻ പറ്റത്തുള്ളൂ. കറന്റ്ലി DU റെക്കോർഡിംഗ് സ്ട്രീമിംഗ് ഒക്കെ ഭയങ്കര ബഗ്ഗാണ്, കുറച്ച് ബഗ്ഗുണ്ട്. ബഗ്ഗുകളെല്ലാം ക്ലിയർ ആവും, ഒപ്റ്റിമൈസേഷൻ വരുമ്പോൾ ക്ലിയർ ആവും. ബട്ട് പ്രോസസറും സോഫ്റ്റ്വെയർ സൈഡിലും ഗെയിമുകൾ ഭയങ്കര രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഞാൻ ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആപ്പിൾ പെൻസിലിൽ നമ്മൾ ഫോഴ്സ് ടച്ച്, നമ്മൾ ഞെക്കി പിടിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലൈറ്റായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട്, അങ്ങനത്തെ കുറെ സപ്പോർട്ടുകളുണ്ട്. S Pen അങ്ങനത്തെ സപ്പോർട്ടുകളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഇത് കാരണം കുറച്ച് ഈ ഒരു ടൈപ്പ് ഓഫ് വർക്കിന് ഐപാഡ് തന്നെയാണ് നല്ലത്. ബട്ട് അതിനനുസരിച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അത്രയും മാത്രം എക്സ്പെൻസീവ് അല്ലാത്ത ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ നിന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് S10 Plus. ഇപ്പോൾ S10 Plus ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള S10 Plus ഐഫോൺ XR-ഉമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് പർപ്പസിനാണെങ്കിൽ ഒരിക്കലും ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് അല്ലേ സാംസങ്ങിന്റെ S10 Plus എടുക്കാന്ന് വിചാരിച്ച പെൻ സപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് S10 Plus എടുക്കരുത്. S10 Plus എടുത്തു കഴിഞ്ഞാൽ 855 പ്രോസസറൊക്കെ ഉണ്ട്, കാര്യം തന്നെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ സംഭവിക്കുമായിരിക്കാം. പക്ഷെ എന്നാലും ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ സ്ട്രീമിംഗ് സമയത്തും വന്നിട്ടില്ല, ടാബ്ലറ്റിനും അതുപോലെ തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പർപ്പസിന് ഒരു കാരണവശാലും നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ഈ ഒരു ലക്ഷ്യം വെച്ച് എടുക്കരുത്. ഐപാഡ് എടുക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ഐപാഡ് മിനി അല്ലെങ്കിൽ ഇപ്പോഴത്തെ മിനി ജനറേഷൻ 5 അല്ലെങ്കിൽ ഐപാഡിന്റെ എയറിന്റെ 3 അതല്ലാതെ അതിന് താഴോട്ടുള്ളതും എടുക്കരുത്, പുതിയതെടുക്കരുത്. സെക്കൻഡ് ഹാൻഡ് നിങ്ങൾ മേടിച്ചോളുക. പുതുതായിട്ടൊരു ഡിവൈസ് മേടിക്കുമ്പോഴത്തേക്കും ഐപാഡ് മിനി 4 ഒന്ന് മേടിച്ചു കളയരുത്, iPhone 6 ഒന്ന് മേടിച്ചു കളയരുത്. കാരണം ഇതിനൊന്നും സപ്പോർട്ട് വരുന്നില്ല, അടുത്ത iOS 13 സപ്പോർട്ട് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ iOS 13 സപ്പോർട്ട് വരുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. സെക്കൻഡ് ഹാൻഡ് ഐപാഡ് പ്രോ ഒക്കെ കിട്ടും, അതൊക്കെ നല്ലതാണ്. പക്ഷെ അല്ലാണ്ട്
പുതുതായിട്ട് മേടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇനി ഐപാഡ് പ്രോയിൻ്റെതാണെങ്കിൽ പോലും ഫസ്റ്റ് ജനറേഷൻ മേടിക്കരുത്. അതിനെക്കാട്ടിലും കോസ്റ്റ് കുറവായിട്ടുള്ള ഈ ഐപാഡ് മിനി മേടിക്കുക. ഏറ്റവും ബഡ്ജറ്റായിട്ട് ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള സംഭവമാണ്. പക്ഷേ 256 GB ആണ് ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ്. ഇതിന്റെ സെല്ലുലർ വേരിയന്റ് അല്ല, ജസ്റ്റ് വൈഫൈ മാത്രമുള്ള വേരിയന്റ് ആണ്. അപ്പോൾ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഡിവൈസ് തന്നെയാണ് കുറച്ചധികം ആൾക്കാർക്ക് ഗെയിമിങ്ങിന് വേണ്ടിയായിട്ട് പോസിബിൾ ആയിട്ടുള്ള തോന്നുന്നു. പക്ഷെ ബഗ്ഗിനെ പറ്റിയുണ്ട്, ബഗ്ഗുണ്ട്, സ്ക്രീൻ റെക്കോർഡിങ്ങിൽ ബഗ്ഗുണ്ട്, അത് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയം ആപ്പിൾ ബേസ് ചെയ്തിട്ടോ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് സെക്ഷനിൽ ചെയ്യുക. എനിക്ക് കുറെ ഡൗട്ടുകളുണ്ട് iOS-ൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിട്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതുവരെ കേട്ട നിങ്ങളെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക, ഈ ഒരു ചാനലിൽ ബാക്കിയുള്ള സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ ബൈ.